വയനാട് വന്യജീവി സങ്കേതത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മുത്തങ്ങയിലെ എമറാൾഡ് വൈൽഡ് വെസ്റ്റ് റിസോർട്ട് ഇന്നലെ വിഹരിച്ചതവിടെ വന്യമൃഗങ്ങളെ വെല്ലുന്ന വളർത്തുമൃഗങ്ങളാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 190 ജർമ്മൻ ഷെപ്പേർഡ് നായകളും ഉടമസ്ഥരുമാണ് ഇവിടെ ഒത്തുകൂടിയത്. ജർമ്മൻ ഷെപ്പേർഡ് സ്പെഷ്യാലിറ്റി ഷോയുടെ ഭാഗമായാണ് ഈ അപൂർവ സംഗമം നടന്നത്. ശ്വാനപ്രേമികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി പല വലുപ്പത്തിലും പ്രായത്തിലും നിറത്തിലുമുള്ള ജർമ്മൻ ഷെപ്പേർഡ് നായകൾ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ദുബായിൽ നിന്നും നായകളും ഉടമസ്ഥരും പ്രദർശനത്തിൽ പങ്കെടുത്തു. ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ് കോൺഫെഡറേഷൻ ട്രാവൻകൂർ ചാപ്റ്ററാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ നായകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രദർശനം ഒരുക്കിയത്. വയനാട് ടൂറിസം ഓർഗനൈസേഷന്റെയും മാതൃഭൂമിയുടെയും സഹകരണത്തോടെ ഇന്ത്യയിലെ ആദ്യകാല ജർമ്മൻ ഷെപ്പേർഡ് ഉടമയും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന MJ കൃഷ്ണമോഹന്റെ സ്മരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത്. 12 ജർമ്മൻ ഷെപ്പേർഡ് നായകളെ കൈകാര്യം ചെയ്ത് കയ്യടി നേടിയ 5 വയസ്സുകാരൻ ഇക്മൻദീപ് സിംഗ് ആയിരുന്നു ഷോയിലെ വിസ്മയം. വിഭാഗങ്ങളിലായി നടന്ന പ്രദർശനത്തിൽ കഴിവും പ്രകടനവും അടിസ്ഥാനമാക്കിയാണ് വിജയികളെ നിശ്ചയിച്ചത്. ഇന്ത്യയിലുള്ള എല്ലാ സീനിയർ, ജൂനിയർ ജർമ്മൻ ഷെപ്പേർഡ് ബ്രീഡേഴ്സും ഇന്നിവിടെ സന്നിധരായിട്ടുണ്ട്. ഇതൊരു വലിയ വിജയമാണ്. സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനൊരു വലിയ ഷോ കൊണ്ടുവരാൻ സാധിച്ചതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. 100 സൈസിൽ വലിയ റിംഗ് ബ്രാൻഡിങ്ങിൽ നമ്മൾ ഡോഗിൻ്റെ അനാറ്റമി, അതിൻ്റെ വർക്കിംഗ് കപ്പാസിറ്റി, മെൻ്റൽ എബിലിറ്റി എല്ലാം ചെക്ക് ചെയ്ത് ജഡ്ജ് പ്ലേസ്മെൻറ്റ് കൊടുത്ത് അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്ന ഒരു ഇവൻ്റാണ് ജർമ്മൻ ഷെപ്പേർഡ് സ്പെഷ്യാലിറ്റി ഷോ. ലോകത്തെ ഏറ്റവും പ്രശസ്ത ജർമ്മൻ ഷെപ്പേർഡ് പ്രദർശനത്തിന്റെ സംഘാടകരിൽ ഒരാളായ മാൽക്കം ഗ്രിഫ്സ് ആയിരുന്നു പരിപാടിയുടെ വിധികർത്താവ്. It is absolutely superb for the purpose that we require. So I'm really thrilled to be here. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും ദുബായിൽ നിന്ന് 3 ജർമ്മൻ ഷെപ്പേർഡ് നായകളും ഉടമസ്ഥരും പ്രദർശനത്തിൽ പങ്കെടുക്കാനെത്തി. മാതൃഭൂമി ന്യൂസ്, വയനാട്. നായപ്രേമികൾക്ക് എന്തായാലും വലിയ ദൃശ്യവിരുന്ന് തന്നെയാണ് ഈ ഷോ ഒരുക്കിയിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, ഞാൻ അത്ര വലിയ നായപ്രേമിയൊന്നുമല്ല, പക്ഷെ എന്നാലും അതേ ഈ ഷിറ്റ്സു, പോമറേനിയൻ നായകളൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് സ്നേഹവും വാത്സല്യമൊക്കെ തോന്നും. അതേസമയം ജർമ്മൻ ഷെപ്പേർഡിനെ കാണുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും ചെറിയൊരു പേടിയായിരിക്കും കാണുമ്പോൾ തന്നെ തോന്നുക. കാരണം കുറച്ച് ഗാംഭീര്യമുള്ള മുഖമൊക്കെയാണ്. ഇതിപ്പോൾ 190 ജർമ്മൻ ഷെപ്പേർഡുകൾ ഒന്നിച്ചു വന്നു എന്ന് പറയുമ്പോൾ കാണുന്നവരുടെ ഉള്ളിൽ കൗതുകവും അതുപോലെ തന്നെ കുറച്ച് ഭയവും ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും ഷോയിൽ നായകളെ പോലെ തന്നെ കുറച്ച് താരമായി ഷൈൻ ചെയ്തത് ആ ഒരു 5 വയസ്സുകാരനാണല്ലേ? ഒന്നും രണ്ടും ജർമ്മൻ ഷെപ്പേർഡ് അല്ല, 190 നായ്ക്കൾ. ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ നല്ല രൂപത്തിൽ കണ്ടാൽ തന്നെ പേടിച്ച് 2 അടി പിന്നോട്ട് മാറുന്നവരാണ് നമ്മളിൽ പലരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 190 ജർമ്മൻ ഷെപ്പേർഡ് നായ്ക്കൾ ഒരുമിച്ച് അവരുടെ ഉടമസ്ഥരും പരിശീലകരും ഒക്കെ ആയിട്ടുള്ള ആളുകളും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ ആ 5 വയസ്സുകാരനാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത്. എന്തായാലും ഇത് വലിയൊരു പരിപാടി. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇത്രയും ബ്രീഡുകളെ ഒന്നിച്ച് പങ്കെടുപ്പിച്ചുകൊണ്ട്, ഇത്രയും നായ്ക്കളെ ഒന്നിച്ച് പങ്കെടുപ്പിച്ചുകൊണ്ട് ആദ്യത്തെ ഒരു ഷോ ആണ് എന്നാണ് പറയുന്നത് സംഘാടകർ പറയുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകളിലെത്തി. അതിൽ ചിലരൊക്കെ പ്രായമായി ഒരുപാട് വർഷങ്ങളായി ജർമ്മൻ ഷെപ്പേർഡ് നായ്ക്കളെ വളർത്തുന്ന ആളുകളുണ്ട്, പരിശീലിപ്പിക്കുന്ന ആളുകളുണ്ട്. ഈ യുദ്ധഭീതിക്കൊക്കെ ഇടയ്ക്ക് ദുബായിൽ നിന്നും 3 നായ്ക്കളുമായി ഉടമസ്ഥരെത്തി. അവർ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ സമയത്ത് ഇങ്ങോട്ട് യാത്ര ചെയ്ത് എത്തിയത്. മാത്രമല്ല, ഒരുപാട് ശ്വാനപ്രേമികളും അവിടെ ഒത്തുകൂടി. ഈ പരിപാടി സംഘടിപ്പിച്ചത് മാതൃഭൂമിയുടെ മുൻ മാനേജിംഗ് ഡയറക്ടർ MJ കൃഷ്ണമോഹന്റെ ഓർമ്മയ്ക്ക് കൂടിയാണ്. അദ്ദേഹം ആദ്യകാലത്ത് തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യകാല ജർമ്മൻ ഷെപ്പേർഡ് ഉടമകളിൽ ഒരാളും ശ്വാനപ്രേമിയും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. വയനാട് ടൂറിസം ഓർഗനൈസേഷനും ഈ പരിപാടിയുമായി സഹകരിച്ചിരുന്നു. ഇത്തരമൊരു പ്രദർശനം വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടി മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവർ. കാരണം ഇങ്ങനെ ഒരു ഇവൻറ്റിന് പല ഭാഗത്തു നിന്ന് ആളുകൾ വയനാട്ടിലേക്ക് എത്തുമ്പോൾ അവരൊക്കെ പലരും ആദ്യമായി
ആദ്യമായി വയനാട്ടിൽ കാണുന്നതാണ്. നമ്മൾ അതിന് ജഡ്ജ് ചെയ്യാനെത്തിയ അദ്ദേഹം തന്നെ വയനാട്ടിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത്. അദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണ്, ഇപ്പോൾ അമേരിക്കയിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം വയനാട്ടിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഇങ്ങനെ വരുന്ന ആളുകളൊക്കെ ആദ്യമായി വയനാട്ടിലെത്തുന്നു. അത് വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടി മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശ്രദ്ധേയമായ പ്രദർശനമായിരുന്നു. അതിൽ തന്നെ ഈ ബ്ലാക്ക് ഫുൾ കറുപ്പായിട്ടുള്ള ജർമ്മൻ ഷെപ്പേർഡ് നായ്ക്കളൊക്കെ അതിലുണ്ടായിരുന്നു പ്രദർശനത്തിൽ. അങ്ങനെ സാധാരണ നമ്മൾ കാണുന്നതല്ല ആ നിറത്തിലൊന്നും. പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഒരു സാഹചര്യത്തിൽ ഗൾഫിൽ നിന്ന് പോലും ആളുകൾ എത്തിയെന്ന് പറയുമ്പോൾ അതിൽ വലിയ അത്ഭുതം തോന്നുന്നുണ്ട്. വലിയ സ്നേഹം നായകളോടുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇത്രയും ഒരു ഷോയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയത്. 190 നായകളെ, ജർമ്മൻ ഷെപ്പേർഡുകളെ അണിനിർത്തിയ പരിപാടി എന്തായാലും ഗംഭീരമായി.